കൊടൈക്കനാലില് ബ്ലോക്ക് ഒന്നും ഇല്ലട്ടോ, എല്ലാരും വരിക, പെട്ടെന്ന് വരിക. കൊടൈക്കനാലിൽ ഒരു പ്രശ്നമില്ല. കുട്ടനാണ്ടോ കുട്ടനാണോ എടുക്കാൻ പോലെ കുട്ടനാണ്ടോ കുട്ടനാണോ എടുക്കാൻ പോലെ ഫുഡ് കഴിച്ചപ്പോ കുട്ടനാണ്ട് ഗൈസ്, നല്ലൊരു കുട്ടി. ആ കുട്ടിനെ പിടിക്കാൻ പോകുന്നത് നമ്മള് ഗൈസ്. അൾട്ടോ അൾട്ടോ ഇതൊന്നല്ല, അതൊന്നല്ല. മുമ്പിൽ സുസുക്കിനെ കയറിച്ചു അടിപൊളിയായിട്ട്. അതിന്റെ കുരുവില് പോയി കണ്ട ഉടനെ കേട്ടോ. പക്ഷെ കുട്ടനാണ്ട് ഇച്ചുള്ള കേട്ടോ, ആർക്കും തരില്ല. ഞാനോട് പറഞ്ഞു വേണ്ട ആക്കമാന മതി, കുട്ടിനെ കിട്ടിയാൽ വേണ്ടില്ല, ചെയ്യാൻ കിട്ടിയാൽ മതി. അയ്യോ വല്ല പോയിക്ക ചായച്ചാ ആണ് പാറു. അതല്ല രസം, അവിടെ മൂപ്പര് സ്ലോ ആക്കും. മൂപ്പര് ചവിട്ടും. ഇല്ലടാ തമേനാണ്. നീ മൂപ്പര് തെറി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അറിയില്ലല്ലോ, നമ്മള് സോറി പറഞ്ഞാലേ ഒരു കൂട്ടിനെ കണ്ട് ഭ്രാന്തന്മാര്. അതാ ഓലപ്പം പോയാൽ നമുക്ക് കൃത്യ സ്ഥലത്ത് കത്താം. ഗ്യാരണ്ടിയാണ്. ചോദിച്ചാൽ എങ്ങനെയെന്ന് വിളിച്ച് തമിഴ് അറിയില്ലട്ടോ. അവരോട് ചോദിച്ചാൽ തരോ മലയാളത്തില് കിട്ടി. ഞമ്മളോ അത് രണ്ടുപേര്. ഇവിടുത്തെ ടിക്കറ്റ് വല്ലതും ഉണ്ടോ? നമ്മളെങ്ങനെ 100 രൂപ ഫസ്റ്റ് റൗണ്ട് കൈമടക്കം കൊടുത്തു തമിഴ്നാട് പോലീസിന്. രണ്ടാമത്തെ റൗണ്ട് ഇതാ പോയിക്കൊണ്ട് എപ്പൊ കിട്ടുന്ന കണ്ടറിയാം. കമ്മിങ് സൂൺ. നോക്കിയിട്ടില്ല. ചെറിയ വില്ലനായി പോലീസുകാരുടെ കൈ കാട്ടാൻ. അതെ, കഥ പുതിയ വൈത്തിരിയിലേക്ക്. അതാണ്. പേപ്പർ ഉണ്ടായാലും 100 രൂപ കൊടുത്താലേ പോരാൻ പറ്റുള്ളൂ. എൻട്രി ഫീ ആണെന്ന് ലൈസൻസ് ചോദിച്ചില്ല. അത് കേരളത്തിൽ നിന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോ ഇവിടെയും ചോദിച്ചിട്ടില്ല. പേപ്പറില്ലല്ലോ കഴിക്ക 100 രൂപ അടിച്ച് വയ്ക്കാറുള്ളൂ. അതൊന്നും പരിവാഹനം നിങ്ങ പത്താത് എന്നിട്ട് പറഞ്ഞു. എനിക്കിവരെ തമിഴാറുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാത്തിനും മൂളി കൊടുത്തു. പിന്നെ ഒരു 100 രൂപ അത് കറക്റ്റ് മനസ്സിലായി. പിന്നെ പൈസന്റെ കാര്യമുണ്ട്, അത് കറക്റ്റ് പക്കേട്ട് വ്യൂ, നല്ല വ്യൂ. മെല്ലെ എടുത്താ മതി. നമ്മൾ ശരിക്കും അവര് വരുന്ന പോലെ ബൈക്കുമാരുള്ള ആൾക്കാരേനു. ബൈക്കേർക്ക് 50 ഓൽക്കായി ഡിസ്കൗണ്ട് ഉണ്ടാവും. സംശയം നമ്മളെ കാറ് ഉണ്ടല്ലോ. അതന്നെയാണ് ഞാൻ കണ്ടുകൂടല്ലോ വണ്ടി. ഓക്കെ ചെറിയ കുട്ടിയാണേ. ഓനോ കുട്ടിയെ നോക്കുക. ഇച്ചാണ്ട ഞാൻ കുട്ടീനെ ഞാൻ നിർത്തി. അതെ സങ്കരണ്ട് ഓലെന്നെ കാത്തുന്നാണ്. അതെ അതെ ആകണ്ട് അവിടെ പാട്ടിന്റെ കോപ്പിറൈറ്റ് അടിക്കണോ? ഓ നമ്മളെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുറയും. ചാനലിന്റെ പേര് ഓർമ്മ ഉണ്ടാക്കി. പാസ്വേഡ് അറിയില്ല, അതില് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോന്ന് പോലും അറിയില്ല. അറിയിട്ട് വേണം 5 കയറാം. 5 സബ്സ്ക്രൈബേഴ്സ് 2 3 4 5 ഇതൊക്കെ വള്ളുണ്ടെങ്കിൽ നല്ല രസിക്കല്ലേ. പറ്റുവെച്ചാ പറ്റായില്ല. പക്ഷെ നമ്മളെ അൾട്ടക്കാർ ബാക്ക് തരുന്നുണ്ട് ഗൈസ്. പല മുമ്പ് കിട്ടാളെ ചുരത്തിലേക്ക് 20 മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് എണ്ണ ബാക്കിയാണ് നമ്മള് ഊറ്റൂട്ടോ. ജാതിക്കത്തോട്ടം. ഇപ്പൊ ഞാൻ പാടിക്കാട് കോപ്പറേറ്റ് വന്നാലോ? വേണ്ടല്ലേ? വേണ്ട. നമ്മളെ ചാനലിന് വലിയ പറ്റിയാണ്ടല്ലോ. പറ്റും. ചാനല് കൂട്ടുകാരെ യൂട്യൂബ് നഷ്ടത്ത് പോവും. അത്രയും വ്യൂവേഴ്സ് പോലുള്ള ഇതൊരാള് കാണട്ടെ, ഒറ്റൊരാള്, നമ്മളല്ലാതെ ഒരാള്. നമുക്ക് എന്റെ കോഴിക്കോട് അല്ല നമ്മൾ ഏതായാലും ഇത് കാണൂല, വേറെ കാര്യം.
അത് താങ്കളുടെ ശേഷി അല്ല ഇതിന് മുമ്പത്തെ വ്ളോഗ് ഉണ്ടായിരുന്നു കക്കടമ്പഴത്ത്. പക്ഷെ അവിടെ ആ വ്ളോഗ് അവിടെ തമ്പുരാനറിയാം. വീഡിയോ എപ്പോഴും ഗാലറി ഉണ്ട്, വ്ളോഗ് ആയില്ലേ. അമ്മേ എന്തൊക്കെ കാണണം, ഒക്കെ പാത്തിച്ചിക്ക. സമയമില്ലാത്തോണ്ട് എഡിറ്റ് ചെയ്യാൻ. പരീക്ഷ കഴിഞ്ഞൊന്ന് പൊട്ടാണ്ട് അത് എഡിറ്റ് ചെയ്തിട്ടാ. അതിലാണ് എന്റെ ഭാവി. അത് പഠിച്ചിട്ടൊരു നരീക്കത്തില്ല, യൂട്യൂബാണ് വെറുതെ. ആ എല്ലാ പൊട്ടന്മാരും രക്ഷപ്പെടുന്ന. അതെ, എല്ലാ പൊട്ടന്മാരും രക്ഷപ്പെടും. പിന്നെ ഫുവാദിന്റെ ആവശ്യം, പിന്നത്തെ ഞാൻ രക്ഷപ്പെടാൻ. അപ്പൊ ഫുവാദ് എന്തായാലും രക്ഷപ്പെടും, കൂട്ടിന് ചെയ്യും. അങ്ങനെ ഫുവാദ് രക്ഷപ്പെട്ട ഈ വണ്ടിയുള്ള എല്ലാവരും രക്ഷപ്പെടും. അതെ, ചെയിനാണേ, ഒരാൾ കേറിയാല് എല്ലാരും കേറും. അതോടുകൂടി യൂട്യൂബ് നെഗറ്റീവ് അടിക്കല്ലേ, ആകെ ഒരു ലക്ഷ്യമുള്ളൂ. യൂട്യൂബിൽ ഫേമസ് ആയി കണ്ട് നമ്മൾ നേരെ ബിഗ് ബോസിൽ കയറും. എന്നിട്ട് അവിടെ 2 തെറി കയറണു, ജിൻഡോന്റെയും ഗബ്രിന്റെ പോലെ ഒരു പ്രണയം. പുറത്തുനിന്നുണ്ടോ അത് അവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഈ കുട്ടീന്റെ അപ്പോയിന്റ്മെന്റ് തന്നെ എടുക്കണോ? അന്റെ ഒപ്പം ബിഗ് ബോസ് കയറാന് ാണോ? സെന്റർ പ്രസിഡന്റ് അഡ്ജസ്റ്റ് പോലെ നമുക്ക് മുന്നിക്കിടാ. അതിനാ പെൺകുട്ടി തിരിച്ചു നോക്കിയാ ഫുവാദിന്റെ സെറ്റ്. ഓക്കെ, അതിന്റെ അടി കൂടി 10ാം ക്ലാസ്സിൽ ചെറിയ കുട്ടിയാണ്. അല്ല 10ാം ക്ലാസ്സിലെ മാർക്ക് അന്ന കാട്ടിത്തരാം. ഞങ്ങളത് നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പാ നല്ല കുത്തും. അല്ല ജീവനോടെ ഉണ്ടെങ്കിൽ, കാരണം പ്ലസ് വണ്ണത്തെ റിസൾട്ട് വരുമ്പോഴത്തേന് എല്ലാവരും തീരുമാനമാവും. അല്ലാ, ഈ വ്ളോഗ് ജോലി കണ്ടല്ലോ, വൈറലായി കണ്ട്. മെസ്സേജ് അയക്കുന്നു, എന്റെ ബാക്കിലെ കറുപ്പ് ഷർട്ടിന്റെ ചെക്കനെ അത്രയും ദയനീയതയുള്ള കുട്ടിയാണ് വെച്ച് തോന്നുന്നു. അതും കൂടി ഇല്ല വ്ളോഗ് സെറ്റ് ആയി അല്ല ബ്ലാക്ക് ഷർട്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്ക് പിള്ളേച്ച് നമ്മളെ അറിയിച്ചു. അപ്പൊ അത് പറയും കണ്ണിട്ടാതൊക്കെ വേണ്ടി വെച്ചാൽ ഓരോ മിക്കവാറും ഫസ്റ്റ് കേൾക്കാൻ പോവാ. അപ്പൊ നമ്മളെ വന്നപ്പോ കുറച്ച് പ്ലാൻ ചെയ്ത് കുറച്ച് ശരിയല്ല കുക്കൽ പ്ലാനിങ് ഒക്കെ നടന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നുള്ള സംശയം. പിന്നെ വേറെ എന്തുണ്ട് അതൊക്കെ അടിക്കോക്കാം. അതന്നെ പറഞ്ഞു, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ാ ഇവിടത്താ മനവാസൊക്കെ ഉണ്ടോ അല്ലേ? ട്രക്കിങ് നല്ലടാ, ഒരു വൈബ് അടിച്ചാ. അടിക്കട്ടെ. ഓക്കെ, ഇനി അങ്ങോട്ട് കയറാനുണ്ടോ? അങ്ങോട്ട് കയറാനുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നിർത്തിക്കോട്ടോ. ഓക്കെ, നാട്ടിലെ ചൂട് കാരണം കൊടൈക്കനാൽ വന്നപ്പോ ഇവിടെ ചൂട് എന്താല്ലേ അവസ്ഥ. റൂമൊക്കെ എടുത്ത് റിസോർട്ടൊക്കെ എടുത്ത് നാട്ടിലേക്ക് ഇരുന്നാ മതി. വയനാട് വല്ലതും പോയി കാണ്ട് മറ്റേ റിസോർട്ട് മറ്റേ സഫാരി. അല്ല, അവിടത്തിന് പിടിക്കാലോ, ടൈം ഉണ്ടല്ലോ. ഇവരിഞ്ഞി മുമ്പ് വരില്ലേ, ഇവരെ കൊണ്ട് ഇവര് പോണ്ടി കയറി പോയിക്കോട്ടെ. കൊച്ചർക്ക മോനെ എന്താണ് നല്ലൊരു വ്യൂ ഉണ്ടായിട്ടോ ഉറങ്ങി കളിച്ചാ. കൊടൈക്കനാലില് ബ്ലോക്ക് ഒന്നും ഇല്ലട്ടോ, എല്ലാരും വരിക, പെട്ടെന്ന് വരിക. ഒരു പ്രശ്നമില്ല. ഫോറസ്റ്റുകാർക്കൊന്നും നമ്മളെ വേണ്ടതാർന്നേ. ഇതൊക്കെ ₹100 ചെക്ക ഉറങ്ങിച്ച് വേറെ അടുത്ത് ഉറങ്ങുന്നല്ലേ. കണ്ടിന്യൂസ് ഉറക്കാം അല്ല സ്റ്റാർട്ടിങ് എല്ലാരും ഉണ്ട്. നമ്മളെ അൾട്ടോ കാർ ബാക്കിലുണ്ട്. അല്ലെന്നില്ല ഹൈർ എർട്ടിക നമുക്ക് അൾട്ടോ, ഓൺലൈൻ അൾട്ടോ. പിന്നെ സമയം ഇഷ്ടം പോലല്ലേ. അവിടെ ലാലായിട്ട് നിൽക്കിട്ട് ചേർത്തി ഒന്നും നടക്കൂല. അതിന്റെ അവിടുത്തെ ഫുഡ് എടുക്കേണ്ടതൊക്കെ അവിടെ നോക്ക് ഗ്രൂപ്പിൽ മാനിയുണ്ടല്ലേ. കണ്ടോ എങ്ങനെ വെച്ചാല് നമ്മള് ക്യാബില് പോകാൻ പാടില്ലല്ലോ.
കാറുണ്ട് അവിടെ അവിടെയാണ് സംഭവം. എന്തൊക്കെയാ കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മലയാളത്തിന്റെ ഫുൾ മലയാളം അറിയില്ല. ഒക്കെ ഒരേ വേവ് ലെങ്ത്തുള്ളൂ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ആ മൂപ്പരത്തോ പറയണ്ടല്ലോ. ഓക്കെ, ആ ബാഗത്തെ ആൾക്കാരോട് പറയും. വണ്ടി വലുതാണ്. രണ്ട് ചീത്തിട്ടല്ലേ വാപ്പ തട്ടിയാറ മുമ്പിൽ വിട്ടോളൂ. ഇവർക്കാണെങ്കിൽ ഒരു ഇതും ഉണ്ടാവില്ല. ടീ തന്നെ മാഷാല്ലാ. പൊളിച്ചേ. സ്കൂൾ ബസ്സോ? കരങ്ങൻ ഇല്ലടാ, നമുക്ക് മറ്റൊരു പരിചയപ്പെടാപ്പോ. എവിടെ കുട്ടി? ഓ ഇല്ലടാ. ഓ ചക്കന് മാങ്ങ കിട്ടി. ഒരേ പൊളി മാങ്ങ തക്കാളിയാ. കൊടൈക്കനാൽക്കാരനെങ്കിൽ പൈസ കൊടുക്കണം എന്നാ പറഞ്ഞത്. എത്ര രൂപയാണ്? യോ 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 അവിടെ ബാങ്കിന്റെ ചിഹ്നം കൊടുത്തു. ആ ബാങ്കിലേക്ക് ഫ്രീ ആണോ? ICICI ബാങ്ക് അല്ലേ? കേരള ഗ്രാമീണ ബാങ്ക് ആൾക്കാരെടുത്തിട്ട് കേരള ഗ്രാമീണ വലിയ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവർക്കാണ് എടുക്കല്. എനിക്ക് പിന്നെ അക്കൗണ്ട് എടുത്തിട്ടില്ല. ഒരു ബാങ്കിൽ 10 ഡെപ്പോസിറ്റ് സ്വീകരിക്കൂല. അങ്ങോട്ട് കൂടെ ചാരി ചളി കടിച്ചിങ്ങനെ പോവാ. അതാണ് ഏറ്റവും കൂടുതൽ അടിച്ചത്. ഒന്നുമില്ല. കായ് കേട്ടോ, 50 റുപ്യ കായ്. പൈസ 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 നമുക്കൊരു വിഷയമല്ല. രണ്ടങ്ങള് മൂപ്പരെത്താ പറഞ്ഞോ? നമ്മള് മൂണ്ടി കൊടുത്തു. മരുന്നുണ്ടോ ചോദിച്ചാ അതാണോ പോടാ. ചേഞ്ചോ 6 റുപ്യ എടുത്തോണ്ടായിരുന്നു ചേഞ്ച്. ഓ അത് വിളിച്ച് അതല്ലതേക്കാരും ഉദ്ദേശിക്ക. കോപ്സ് ഇത് മഴ സമയത്ത് വന്ന അവിടെ അടിപൊളിയാ കേട്ടോ അല്ലേ? ഓ മഞ്ഞുമൽ 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 നോക്കിക്കോട്ടെ. മൂപ്പര് നോക്കാൻ വേണ്ടില്ലേ. ഗുണക്ക് കിലോമീറ്റേഴ്സ് മ്യൂസിയം. MP ആണോ പോണ്? MP-ക്കൊക്കെ മാന്യതുണ്ടല്ലോ ഇവിടെ. മൂപ്പര് ഇവിടെ വെച്ചാണോ പോണത് ഉള്ളിലൊക്കെ? ഇവിടത്തെ 1 കിലോമീറ്റർ അപ്പുറത്തെ ഒരു മ്യൂസിയം ഉണ്ട്. അതിനാണ് ഇപ്പൊ ഈ തിരക്ക്. റിസോർട്ടല്ലോ ലോയറാ. റിസോർട്ട് നോക്ക്. നല്ലൊരു റിസോർട്ട് ഇട്ടാൽ നമുക്ക് നല്ലൊരു ചാർജും കയറ്റാം, നല്ലൊരു ഉറക്കം ഉറങ്ങാം. ഒരു പൂളുള്ള ഒരു ഇത് കിട്ടിയാൽ മതി. വലിയ കുഴപ്പമൊന്നുമില്ല. ഓ ഇല്ലടാ, അവരൊക്കെ അവസ്ഥ വെച്ചൊക്കെ ചെയ്യും. ഓ ഒരു വൈബ് അടിച്ചടാ. അതൊക്കെ ഒരു മെമ്മറി ആയിരിക്കും. അയ്യോ ഏത്? ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അത് തള്ളണാകെ ചാട്ടാക്കണെങ്കിൽ അറക്കത്തുനിന്ന് ആദ്യം എടുക്കണ. അതൊക്കെ ഒരു സമയം പറഞ്ഞു. ആൾക്കാരുടെ നിർത്താൻ പോലും പറ്റില്ല. ഇവിടുത്തെ പൈപ്പ് ലൈൻ്റെ ആൾക്കാർ പോകട്ടോ. കേരളത്തിൽ 4 ആൾക്കാർ വലിച്ച് വളരെ മോശമാണ്. അല്ലടാ അപ്പൊ ഇങ്ങോട്ട് വിനോദസഞ്ചാരം ഒന്നും ഉണ്ടാവില്ല. എന്നാലും കോടാണ്, വെയിലുണ്ട് പോണു. എന്താലേ പെട്രോൾ വണ്ടി പോലെയാണ് കഴിഞ്ഞു. AC ഉണ്ടാവില്ല. നല്ല പറയാനും ചെറിയൊരു വണ്ടി. എന്റെ കിണ്ടി, എന്റെ ഇത്, മറ്റേ വണ്ടി. ആരെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല.
വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നിർത്തിയാണ് ഇവിടുത്തെ വ്യൂ. Good. അടുത്ത പ്ലാൻ റിസോർട്ട് തപ്പണം ആദ്യം. ബുക്ക് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ട്രിപ്പ് തന്നെ നല്ല രാത്രിയാണ്. ഓരോരുത്തർക്കിടെ പൊത്തിയായിരുന്നു. അതിലൊരുത്ത ഫോണിന്റെ 15 മിനിറ്റ് ട്യൂഷനിൽ നിൽക്കേണ്ട ആളാണ്. 10ാം ക്ലാസ് പയ്യൻ ചെക്കനും കൂട്ടി പോണു. ആളെ നയണ്ടേ. ഏട്ടൻ 5 ഇതിലിപ്പോ ആരാ ഏട്ടന്? 5 പറഞ്ഞ മനസ്സിലാവും. കറുപ്പാണ് ഏട്ടൻ. കണ്ണില് തടിയിലൊക്കെ പക്ഷെ കണ്ടാലും അറിയില്ല. മെയിനാണോ അവിടെ നല്ല ചോക്ലേറ്റ് എന്ത് ചോക്ലേറ്റോ? ഇതൊന്നും പൊയ്ക്കാടുന്ന്. ആ പെരി കുളിച്ചിട്ടൊന്ന് വിളിക്കട്ടെ. ഇവിടെ ഉറങ്ങിയതല്ലേ ഷെയ്നെ? ഇവിടെ ഉറങ്ങിയതേനു. ഞാനത് വരാത്ത ഉറക്കം നിങ്ങള് കുത്തിയൊക്കെ ഞാൻ ബുദ്ധം കാണാത്ത വരെ ഞാൻ കണ്ടു. അത്രയ്ക്ക് ഞാൻ ഫോക്കസ് ആയി. സിമ്പിൾ പീസ് വൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒലക്കുണ്ട് ഇവിടെ. തണുപ്പ് വണ്ടിയാണ് ചുറ്റും നിൽക്കൊണ്ടാണ്. അതുകൊണ്ടാണ് രാത്രി നമുക്ക് ഇങ്ങോട്ടാണ് എത്തണ്ടേ. പക്ഷെ അതിക്കട്ടുള്ള വയ്യ നമുക്കറിയില്ല അവസ്ഥ. ഓരോരുത്തരും മതിലൊക്കെ ചാടി വരുന്നുണ്ട്. ഇത് ശീലമുള്ള പരിപാടി ആയതുകൊണ്ട്